ഇത് കാണിക്കണ്ടേ? ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഞാനും ഗൗരി കൊടുത്തിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ സാരീസ് ആണ് നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫ്ലോറൽ സ്ക്രീൻ പ്രിന്റഡ് ആയിട്ടുള്ള സാരി, അതിൽ പ്ലെയിൻ ആയിട്ടുള്ള ബോർഡേഴ്സും ലക്നൗവി ഇൻസ്പയർഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലും. ഈ രണ്ട് സാരിയുടെയും പ്രൈസ് റേഞ്ച് ഒന്ന് പറയാമോ? ശരിക്കും ഞാനും ഒന്ന് ഞെട്ടി. 1399 വരുന്നുള്ളൂ. 1399 പ്രൈസ് റേഞ്ചിലാണ് ഈ ബ്യൂട്ടിഫുൾ സാരീസ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ പവർ ലൂമിൽ ചെയ്തിരിക്കുന്ന കോട്ട സാരി സിൽവർ ജെറിയുടെ ഒരു ചെറിയ ബോർഡർ ഡീറ്റെയിലിംഗ്, പൈപ്പിംഗ് ബോർഡേഴ്സ് എന്നാണ് ഇതിന് വീവേഴ്സ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ബ്യൂട്ടിഫുൾ സാരി ചെയ്തിട്ടേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ഇത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് അതിൻ്റെ ഓരോന്നും അല്ലേ. ഫസ്റ്റ് ഗൗരി കൊടുത്തിരിക്കുന്നതിന്റെ കോഡ് എത്രയായിരുന്നു? ഇത് RK 284 ഇത് 283 ആയിട്ട് രണ്ട് കോഡ്സിനകത്തായിട്ട് നമുക്ക് ഒരു 8 കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കളേഴ്സ് എന്റെയാണ്? അതെ, ഇത്രയും കളേഴ്സ് എന്റെയാണ്. ഇത്രയും കളേഴ്സ് എന്റേതാണ്. ഇതാണ് അതിന്റെ സാരിയുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഏതാണ് ഫസ്റ്റ് വൺ വന്നിരുന്നത്? ഞാൻ 183, ഇത് 4. ഇത് കളർ പീച്ചും റെഡിഷ് ഓറഞ്ചും അല്ലേ? പീച്ച് ആൻഡ് റെഡിഷ് ഓറഞ്ച് കളറിലാണ് സാരിയുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ആ ഒരു ബേസ് കളർ പീച്ചാണ്. സ്ക്രീൻ പ്രിന്റ് ചെയ്തേക്കുന്നത് റിവേഴ്സ് സ്ക്രീൻ പ്രിന്റിങ് പോലെ ആ ഒരു കളർ പാച്ചസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ. സെക്കൻഡ് കളർ അതിൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് പ്ലെയിൻ ബേസ് കളർ ആക്കാം. ഇത് ഹാൻഡ് പ്രോസസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില ബ്ലൗസസ് ഒക്കെ കാണാം, നമുക്കത് അവോയ്ഡ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഇതിനകത്ത് വരുന്ന നാച്ചുറൽ പ്രോസസ്സിന്റെ ഭാഗമാണ്. ബ്ലൗസിന്റെ അകത്ത് ബ്ലൗസ് കട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്. അത് നമ്മൾ കുത്തുന്ന ഭാഗത്തൊക്കെ ചിലപ്പോൾ ഈ സ്ക്രീൻ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ചെറിയ സ്മഡ്ജിങ്ങും കോൺട്രാസ്റ്റ് കളർ ബ്ലീഡിങ്ങും ഒക്കെ വരും. അതൊക്കെ മെയിനായിട്ടും ഈ ഹാൻഡ് ആൻഡ് പ്രോസസ്സിനകത്ത് വരുന്ന ഒരു ഇതാണ്. നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ്. ആ ഒരു മിന്റ് പ്ലസന്റ് ആയിട്ട് അതിന്റെ ബേസ് ഒരു മിന്റ് ഷെയ്ഡിൽ വന്നിട്ട് അതിനകത്ത് ആ ഒരു പ്രിന്റ് ചെയ്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ ടോൺ കൊടുത്തിട്ടാണ്. സമ്മർ സീസൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്ലോറൽസ്. അതും സട്ടിൽ ആ ഒരു മേർജിങ് ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു യുണീക്ക് പീസ് വന്നിരിക്കുന്നത്. അപ്പം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. 1399 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ അത് കണ്ടു. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ആണ്, ബ്ലൂ ആൻഡ് നേവി ബ്ലൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് കളർ തന്നെയാണ്. ബ്ലൗസ് പീസും കൂടെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ലൈറ്റ് ടോണിൽ വന്നേക്കുന്ന ആ ഒരു ഷെയ്ഡ് തന്നെയാണ്. ഇത് അങ്ങ് പോകും എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്ക്രീൻ എൻഡ് ചെയ്യുന്നിടത്തൊക്കെ വരുന്ന ഒരു ചെറിയ എടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ക്ലോസറിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂവും ഗ്രീനും കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി കുത്തുന്ന ഭാഗത്താട്ടോ അത് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ ഒരു സ്കൈ ബ്ലൂ കളറാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്കൊരു നേവി ബ്ലൂ കളറിലെ ലൈനിങ് ഇട്ടിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ സെയിം ടോൺ ടു ടോൺ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റിൽ സെൽഫ് പ്രിന്റ് ഉള്ളത് അതും നല്ലതായിരിക്കും. ബ്ലൂ ഷെയ്ഡ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിത്യനായകനായിട്ടുള്ള ഗ്രീൻ ബ്ലൗസ് തന്നെയാണ് എൻ്റെ ഇവിടെ പെയർ ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ സാരി. ബ്യൂട്ടിഫുൾ കളേഴ്സാണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ലാസ്റ്റ് കളറാണോ? അല്ല, മാറിപ്പോയി. ഓക്കെ, ഞാൻ പിടിച്ചോ. യെല്ലോ. ഇത് ബ്ലൂ. ദെൻ വന്നേക്കുന്നത് നല്ലൊരു ഓറഞ്ച് ആൻഡ് യെല്ലോയുടെ ബേസ് കോമ്പിനേഷനിലാണ് കേട്ടോ. ഓറഞ്ചും യെല്ലോയും കൂടെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ട്, ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ക്രീൻ പ്രിന്റഡ് ആയിട്ട്. യെല്ലോ കുറച്ചൊരു ഓറഞ്ച് ടിന്റോടുകൂടി വന്നേക്കുന്നു എന്നുള്ളതാണ്. മസ്റ്റേർഡ് ഓറഞ്ച് അല്ലേ, അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഓറഞ്ചിൽ മസ്റ്റേർഡ് ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഗൗരിയുടെ കളേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. റെഡിഷ് പിങ്കിന്റെ കൂടെ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് നമ്മൾ അപ്പൊ മാം എടുത്തേക്കുന്നതുമായിട്ടുള്ള വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ പിങ്കിഷ് ആയിട്ടാണ് ബേസ് വരുന്നത്. കാണുമ്പോൾ നമുക്കത് എടുത്ത് വെക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്തൊരു പിങ്ക്, റെഡ് പിങ്ക് ടോൺ ആണ്. ഇതിനകത്ത് വന്നേക്കുന്നത് പീച്ച് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ, റെഡിഷ് ഓറഞ്ച് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് ആ ബ്ലൂവിന് നമ്മൾ നേരത്തെ കണ്ടതൊരു സ്കൈ ബ്ലൂ ബേസ് ആയിരുന്നു. ഇത് കുറച്ചും കൂടി ഒരു ടീൽ ടോണിലാണ് വന്നിരിക്കുന്നത്. ഒരു നേവിയുടെ കൂടെ തന്നെ ടീൽ ഷെയ്ഡും കൂടെ ആയിട്ട് വന്നിരിക്കുന്ന കോമ്പിനേഷൻ. അതിനെ ഒന്ന് അടുത്ത് വെച്ച് കാണിക്കാം. അപ്പം നമുക്ക് ആ കളേഴ്സ് കറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് ഡിഫറൻസ് തിരിച്ചറിയാൻ പറ്റും. ഗൗരി അതൊന്ന് താത്തി. 284 ആണ്. ഇത് 283 ആണ് കേട്ടോ. ഇതിൽ ഏതാണ് കളർ ഭംഗി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ചോയ്സ്
രണ്ട് കളേഴ്സും കസ്റ്റമേഴ്സിന് ക്ലിയർ ആയിട്ട് കാണാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 84-നകത്താണ് ടീൽ വന്നിരിക്കുന്നത്, 83-ക്കകത്താണ് ബ്ലൂ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ പിങ്ക്, ഒരു ബർഗൻഡി ടോൺ വന്നിട്ടുണ്ട്, ബർഗൻഡി വിത്ത് പിങ്ക് ടോൺ. ഇതാണ് സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ കളർ പാലറ്റ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ പാലറ്റ്സിലാണ്. ഇതാണ് സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഈ സാരീസ് എല്ലാം തന്നെ റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടും സ്റ്റോക്ക് നമുക്ക് റീറ്റെയിൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്, ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. www.aham.store, RK238 283 and 284. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹാൻഡ് വോവൺ, ഹാൻഡ് പെയിൻറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീല് വേറൊരു ഇതാണ്. അപ്പം ഇന്ന് ഹാൻഡ് വോവൺ ആയിട്ടുള്ള ഹാൻഡ്ലൂം കാഞ്ചീപുരം സാരിയിൽ ഹാൻഡ് കലംകാരി പെയിൻ, അതായത് പെൻ കലംകാരി ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ 2 സാരീസാണ് നമ്മൾ ഇന്ന് കസ്റ്റമേഴ്സിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഹാൻഡ് വോവൺ ആയിട്ടുള്ള ട്രഡീഷണൽ കാഞ്ചീപുരം സാരീനെ നമ്മൾ അതിനകത്ത് കൊടുത്ത് പെൻ കലംകാരി ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഈ സാരി തുറക്കാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഞാനും ഇത് ഓപ്പൺ ചെയ്ത് കാണുന്നത് നിങ്ങളോടൊപ്പം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ സാരി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതിപ്പോൾ റെഡി സ്റ്റോക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ശാസ്തമംഗലത്തെ റീറ്റെയിൽ ഔട്ട്ലെറ്റിലാണ് കേട്ടോ. അപ്പം 2 സാരീസാണ് ഇന്ന് നമ്മൾ പെൻ കലംകാരി ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് മച്ചിലിപ്പട്ടണത്ത് കാഞ്ചന എന്ന് പറഞ്ഞ ചേച്ചിയാണ് നമുക്ക് ചെയ്തു തരുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത്. സാരിയിൽ ഫുൾ സാരിയിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാഞ്ചീപുരം ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ ഫുള്ളായിട്ട് സെൽഫ് വീവിങ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരി നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് കാണാവേ. സാരി വന്നിരിക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ ലുക്ക് പോലെ തന്നെ മുന്താണിയുടെ പോർഷനിൽ വീവിങ് പാറ്റേണും ഒക്കെ ആയിട്ടാണ്. AK111 എന്നാണ് ഇതിൻ്റെ കോഡ് വന്നിരിക്കുന്നത്. പെൻ കലംകാരി ഹാൻഡ് ഡൺ ആ പ്രോസസ്സിനകത്ത് വന്നിരിക്കുന്ന സാരി ആയത് കാരണം തന്നെ നമുക്കറിയാം ഇച്ചിരി ഒരു പ്രൈസ് റേഞ്ച് ഹയർ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. 36,000 റേഞ്ചിലാണ്, 36,799 ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. കണ്ടോ, ആ കാഞ്ചീപുരം സാരിയുടെ ആ ഒരു ബോർഡർ റിച്ച്നെസ് അതുപോലെ തന്നെ വന്നുകൊണ്ട് ബോഡിയിൽ ഇതുണ്ടോ ഫുള്ളായിട്ട് ആ ഒരു ഒലിവ് ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡ് ടോണിനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കളർ ബ്രിക്ക് റെഡിൻ്റെയും യെല്ലോയുടെയും ഇൻഡിഗോ ബ്ലൂവിൻ്റെയും കോമ്പിനേഷൻ വിത്ത് ആ ഒരു ലോവർ പോർഷനിൽ അതിനകത്ത് നമ്മുടെ ട്രഡീഷണൽ മോട്ടീവ്സിനകത്ത് പീക്കോക്ക് അങ്ങനത്തെ ഡിസൈൻസ് ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷെ ബോർഡർ ഡിസൈനിനകത്ത് പീക്കോക്കും പേസ്ലിയും വന്നിട്ടുണ്ട് കേട്ടോ കാഞ്ചീപുരത്തിനകത്ത്. ഒന്ന് ക്രോസറിൽ കാണിച്ചു തരാം. ഉണ്ടോ, കിളിയുടെയും ഇതിൻ്റെയും വന്നിട്ടുണ്ട്. ആൻഡ് ട്രഡീഷണൽ ആയിട്ടുള്ള സർക്കുലർ പാറ്റേൺസ് ആ ഫിഷിൻ്റെനകത്തൊക്കെ നമ്മൾ നോർമലി കാണാറുള്ള പോലത്തെയാണ്. ആൻഡ് ഇവിടെ പ്രിൻറ്റിനകത്ത് പെൻ കലംകാരിയിൽ വരച്ചേക്കുന്നുണ്ട്, ഫ്രീ ഹാൻഡിനകത്ത് വരച്ചേക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ സാരിയിലെല്ലാം തന്നെ ഒരു നെയ്മണം എന്ന് നമ്മൾ പറയും, എരുമപ്പാലിനകത്താണ് ഈ നാച്ചുറൽ കളേഴ്സ് എല്ലാം തന്നെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തന്നെ സാരിക്കൊക്കെ തന്നെ ആ ഒരു ചെറിയൊരു എരുമപ്പാലിൻ്റെ പോലത്തെ ആ ഒരു മണം ത്രൂ ഔട്ട് ദ സാരിയിലുണ്ടാവും. അത് എത്ര നാളായാലും അതവിടെ ഉണ്ടാവും കേട്ടോ. ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ കണ്ടോ, പല്ലുവിൻ്റെ പോർഷനും അതേപോലെ തന്നെ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം ഇതിനകത്ത് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഫീൽ തോന്നുന്നുണ്ടാവും ജെറിക്കകത്ത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഹാൻഡ് ഡൺ ആണ്. അപ്പം ഇത് വാഷ് ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള കാഞ്ചീപുരം സാരീസ് വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഷെയ്ഡിങ് ഇഫക്റ്റും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസും അതേപോലെ തന്നെ നല്ല രസമായിട്ട് നിൽക്കുന്ന ബ്ലൗസാണ്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. വീവിങ് പാറ്റേണിനകത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ബ്ലാക്ക് കളറിലെ ഔട്ട്ലൈൻ മാത്രം വന്നുകൊണ്ടാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അപ്പം ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാഞ്ചീപുരത്തിനകത്ത് ഡിഫറെൻ്റ് ആയിട്ട് ലുക്സ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ഫസ്റ്റ് സാരി. ട്രഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ട്രഡീഷണൽ ബോർഡർ ഡിസൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കാഞ്ചീപുരം സാരിക്കകത്ത് പെൻ കലംകാരി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഈ ഒരു സാരി ഡേറ്റ് ചെയ്തേക്കുന്നത്. രമ്യ സെക്കൻഡ് സാരി കൂടെ ഒന്ന് എടുക്കുമോ. ആൻഡ് എൻ്റെ റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലും ബ്ലൗസുമാണ് നമ്മളിപ്പം കണ്ടത്. ഇനി എൻ്റെ സെക്കൻഡ് കളർ വന്നേക്കുന്നത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് പാറ്റേൺ ആണ്. ഇതിനകത്തും ഇതേപോലെ തന്നെ ഇതിൻ്റെ കോഡ് 11 ആണ് കേട്ടോ, അല്ല 10 AK110 ആണ് ഇതിൻ്റെ കോഡ് വന്നേക്കുന്നത്. ആൻഡ് സാരി നമുക്ക് ഓപ്പൺ ചെയ്യാം. ത്രൂ ഔട്ട് ദ സാരി ഇതുപോലെ വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് ഡിസൈൻ ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഉണ്ടോ,
അപ്പറിലും ലോവറിലും ഒരേപോലത്തെ തന്നെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഒരു ബ്രൗണിഷ് മെറൂൺ കളറിലാണ്. ഫുൾ സാരിയിൽ ക്ലോസറിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഗോപി ഡിസൈൻസിൻ്റെ വീവിങ് പാറ്റേൺസും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ആൻഡ് ലോവർ പോർഷനിൽ ത്രൂ ഔട്ട് ആ ഒരു പീക്കോക്കിൻ്റെ ആ ഒരു പീക്കോക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ ബോർഡറിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി നിന്ന് ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള വ്യൂ ഒക്കെ കാണുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഭംഗി കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സാരിയുടെ ലുക്ക്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനകത്ത് ചക്ര ഡിസൈൻ്റെയും പീക്കോക്കിൻ്റെയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് പ്ലെയിൻ കളറിൽ തന്നെയാണ്, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. മെജന്ത കളറിൽ കുഞ്ഞു കുഞ്ഞു ഗോപി വീവിങ് പാറ്റേൺസ് വന്നേക്കുന്ന ബ്ലൗസ് പീസുമാണ് വന്നേക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ 2 സാരീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പെൻ കലംകാരി ചെയ്തിട്ടുള്ള പ്യുവർ ഹാൻഡ്ലൂം കാഞ്ചീപുരം സാരിയിൽ ചെയ്തിരിക്കുന്ന സാരിയാണ്. AK110 AK111 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 36,699. ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പേസ്റ്റൽ സാരി നിങ്ങൾ നോക്കുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ സാരി, അതും പ്യുവർ ഹാൻഡ്ലൂം കാഞ്ചീപുരം സാരി. ഫ്യൂഷൻ ഡിസൈൻസിൽ വീവിങ്ങോട് കൂടി വന്നിരിക്കുന്ന ഈ ഒരു സാരി AK112 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി ഈ സാരി ഫ്യൂഷൻ സാരി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈനർ സാരീസാണ് പൊതുവെ ഫ്യൂഷൻ സാരീസ് എന്ന് പറയാറുള്ളത്. അതേ കൺസെപ്റ്റിൽ കാഞ്ചീപുരത്തിൽ വീവ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ് ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് പരിചയപ്പെടുത്തുന്നത്. സാരിയുടെ പ്ലീറ്റ്സിൻ്റെ പോർഷൻ കണ്ടോ, ഏറ്റവും ഹൈലൈറ്റ് അതാട്ടോ. സിമ്പിളായിട്ട് നിൽക്കുന്ന നമ്മുടെ ട്രഡീഷണൽ കോലം പാറ്റേണിൽ വന്നേക്കുന്ന ചെക്ക് വീവിങ് പാറ്റേൺ ആണ് പ്ലീറ്റ്സിൻ്റെ പോർഷനിൽ കൊടുത്തേക്കുന്നത്. എന്നാൽ ചെസ്റ്റ് പോർഷനിലും നമ്മൾ റൗണ്ട് ചെയ്ത് വരുന്ന സ്ഥലത്തും ഫ്ലോറൽ ഡിസൈൻസ് കൊണ്ടാണ് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന പ്യുവർ കാഞ്ചീപുരം സാരി നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എന്നാൽ അതിനുള്ളിലും ഹാൻഡ്ലൂമിൽ വന്നേക്കുന്ന 2 പ്ലൈ ബൂട്ടാസ് ഉണ്ടോ, സിൽവറും ഗോൾഡും കൂടെ ഉള്ള കോമ്പിനേഷനും ഗോൾഡും സിൽവറും കൂടെ ഉള്ള കോമ്പിനേഷനും. ഇപ്പോൾ ഈ ചെസ്റ്റ് പോർഷനിലൊക്കെ വന്നേക്കുന്ന ഗോൾഡിനകത്ത് സിൽവർ മോട്ടീഫും സിൽവറിനകത്ത് ഗോൾഡൻ മോട്ടീഫും ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് മോട്ടീവ്സ് ആണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഗ്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമെൻറ്റ് ഗ്രേ ഷെയ്ഡ് ഉണ്ടല്ലോ, സിമെൻറ്റ് ഗ്രേ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അത് തന്നെയാണ് എൻ്റെ പല്ലുവിൻ്റെ പോർഷനിൽ വന്നിരിക്കുന്നത്. പല്ലുവിൻ്റെ പോർഷനിൽ നമുക്ക് ക്ലോസർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആൻറ്റിക് ജെറിയുടെയും സിൽവറിൻ്റെയും കോമ്പിനേഷനിൽ വീവിങ് പാറ്റേൺ ആണ് ആ സാരിയിൽ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സാരി AK112 എന്ന കോഡിലാട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഒക്കേഷനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ലൈവ് ഫീല്, ഒരു ഡിഫറെൻറ്റ് ലുക്ക്, അല്ലെങ്കിൽ ഒരു ഡിസൈനർ സാരി ലൈറ്റ് വെയ്റ്റിൽ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസും വീവിങ് പാറ്റേണോട് കൂടി വന്നേക്കുന്നതാണ്. ഗ്രേയിൽ സിമെൻറ്റ് ഗ്രേക്കകത്ത് സിൽവർ കളറിലെ ബൂട്ടാസ് വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ്, അത് 4 പെറ്റൽ ബൂട്ടാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ വന്നേക്കുന്ന വീവിങ് പാറ്റേണിലാണ് അതിൻ്റെ ബ്ലൗസ് പീസും വന്നേക്കുന്നത്. അപ്പം ഈ ഒരു സാരി നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് AK112 എന്ന കോഡിലാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 28,000 സംതിങ് ആണ്. കറക്റ്റ് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. 28,699 ആണ്. ഹാൻഡ് വോവൺ ഡിജിറ്റൽ പ്രിൻറ്റഡ് ഫ്യൂഷൻ ഡിസൈനർ കാഞ്ചീപുരം സാരി. Check it out at our website www.aham.store.